ഉദ്ഘാടകൻ മണ്ഡലം സെക്രട്ടറി ശ്രീ സജീവൻ, മറ്റ് മുതിർന്ന നേതാക്കന്മാരെ, സുഹൃത്തുക്കൾ, കഷായം കഴിക്കുന്നത് പോലെയാണ് ഇപ്പോഴത്തെ ഈ അറസ്റ്റ് നാടകങ്ങൾ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് വലിയ അസുഖങ്ങൾ വരുമ്പോൾ കയ്പേറിയ കഷായമാണ് കഴിക്കുന്നത്. കയ്പേറിയ കഷായം കഴിച്ചാലും അസുഖം ഭേദമാകുമ്പോൾ നമുക്ക് സന്തോഷമാണ്. ഇവിടെയും ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് പി സി ജോർജിനോ ഭാരതീയ ജനതാ പാർട്ടിക്കോ ദേശീയ ജനാധിപത്യ സഖ്യത്തിനോ ഒരു കോട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, വ്യക്തിപരമായും രാഷ്ട്രീയപരമായിട്ടും പി സി ജോർജിനും ഭാരതീയ ജനതാ പാർട്ടിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും നേട്ടം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ കൈപ്പേറിയ കഷായം കുടിക്കുമ്പോൾ ഇവിടുത്തെ ചില മാധ്യമപ്രവർത്തകരും അതുപോലത്തെ ഇവിടുത്തെ ഇടത് വലത് മുന്നണി രാഷ്ട്രീയക്കാരും ഒരല്പം സന്തോഷിക്കുന്നുണ്ട്. ആ അല്പം സന്തോഷം അത് അവിടെ നിൽക്കട്ടെ. കാരണം കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ എല്ലാവർക്കും അവകാശങ്ങളുണ്ടല്ലോ. പക്ഷേ അതൊരു വലിയൊരു കരച്ചിലായി മാറാൻ അധികം താമസം ഈ നാട്ടിൽ ഉണ്ടാകില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തു. പി സി ജോർജ് പറഞ്ഞ കാര്യങ്ങൾ അത് പൊതുസമൂഹത്തിന് മുമ്പിൽ തന്നെ ഉണ്ട്. അദ്ദേഹം ഉദ്ദേശിച്ച കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ തന്നെ ഉണ്ട്. ഇവിടെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഇതുപോലെയുള്ള ഇതിനേക്കാൾ മോശമായ രീതിയിൽ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ ഇപ്പോഴും ഇവിടെ വിലസി നടക്കുകയാണ്. നമുക്കറിയാം, ഒരു പിതാവിൻ്റെ തോളിൽ കയറിയിരുന്ന് ഒരു വേതാളം അരിയും മലരും കുന്തിരിക്കവും വാങ്ങി വെച്ചോളൂ, സൂക്ഷിച്ചോളൂ എന്ന് മുദ്രാവാക്യം വിളിച്ചിട്ട് ഏറെ നാളുകളായി. മടിച്ച് ആരാരെ ബോധിപ്പിക്കാൻ ഒരു കേസെടുത്തതല്ലാതെ യാതൊരു നടപടികളും ഇന്നേ ദിവസം വരെ ഈ സംഭവത്തിൽ ഉണ്ടായിട്ടില്ല. ആരോടാണ് അരിയും മലരും കുന്തിരിക്കവും വാങ്ങി വെച്ചോളാൻ പറഞ്ഞത് എന്ന് കേരളത്തിലെ സമൂഹത്തിനറിയാം. അതുപോലെ അന്താരാഷ്ട്ര തലത്തിലെ കൊടും ഭീകരവാദികളായ ഹമാസ് തീവ്രവാദികളുടെ ചിത്രം വെച്ചുകൊണ്ട് ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്ന പരിപാടി വരെ നമ്മുടെ കേരളത്തിൽ നടന്നു. ഇതൊക്കെ നമ്മുടെ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പിണറായി വിജയൻ കണ്ണടച്ച് പോലീസ് കണ്ണടച്ചു വിടുകയാണ്. കാരണം വോട്ട് ബാങ്ക് രാഷ്ട്രീയം 3-4 വോട്ടുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിൽ ജയിക്കാൻ വേണ്ടി സംസ്ഥാനത്ത് ഭരണം നിലനിർത്താൻ വേണ്ടി വളരെ വർഗീയപരമായ പ്രചരണത്തിൽ ഊന്നിയാണ് ഇവിടുത്തെ മുന്നണി രാഷ്ട്രീയക്കാർ പോകുന്നത്. സത്യസന്ധമായ ഒരു കാര്യം തുറന്നു പറഞ്ഞതിൻ്റെ പേരിലാണ് പി സി ജോർജിന് എന്തെങ്കിലും നടപടി നേരിടേണ്ടി വന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ നടപടി നമുക്ക് വിഷയമല്ല. ഈ കൈപ്പേറിയ കഷായം രുചികരമായ ഒരവസ്ഥയിലേക്ക് മാറാൻ കേരളത്തിൽ അധികം താമസമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇവിടുത്തെ മുന്നണി രാഷ്ട്രീയക്കാരോട് ഞങ്ങൾക്കൊന്നു മാത്രമേ പറയാനുള്ളൂ. നിങ്ങളുടെ കാലം എഴുതി തള്ളപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളുടെ കാലം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തൃശ്ശൂർ സുരേഷ് ഗോപി ആണെങ്കിൽ നാളെ ഈരാറ്റുപേട്ടയിൽ പി സി ജോർജ് ആയിരിക്കും. അതുപോലെ കേരളത്തിലെ ഓരോ നിയോജക മണ്ഡലത്തിലും നിങ്ങളുടെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. നിങ്ങളുടെ ഒത്തുകളി രാഷ്ട്രീയം കേരളത്തിലെ ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതിലുപരിയായിട്ട് നിങ്ങൾ ആർക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു.